ആദ്യം തന്നെ മാങ്ങ കുറച്ച് ഒരിത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിക്കും. ഈ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് മാമ്പഴ പുളിശ്ശേരി കഴിക്കാൻ ഭയങ്കര കൊതിയായത്. അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് കരുതി. അങ്ങനെ ഇതാ മാമ്പഴമൊക്കെ കഴുകി വൃത്തിയാക്കുന്നുണ്ട്. ഇപ്പോൾ മാമ്പഴത്തിൻ്റെ സീസൺ ആണല്ലോ. ഞങ്ങൾ ഇതുവരെ മാമ്പഴ പുളിശ്ശേരി കഴിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് എന്താണെന്നൊന്നും അറിയില്ല. അങ്ങനെ ഇതാ വീഡിയോയിൽ പറഞ്ഞ പോലെ മാമ്പഴത്തിൻ്റെ തൊലിയൊക്കെ ഒന്ന് പീൽ ചെയ്തെടുക്കുന്നുണ്ട്. ഞങ്ങൾക്കിതിൽ ചെറിയൊരു അബദ്ധം പറ്റിയത് ശർക്കരപ്പാനി കൂടിപ്പോയിട്ട് മാമ്പഴ പുളിശ്ശേരി പിന്നീട് മാമ്പഴ പായസമായിട്ട് മാറി എന്നതാണ്. അങ്ങനെ ഇതാ മാമ്പഴം തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ ചൂടാക്കാൻ വെക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചൂടായ ശേഷം ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ഇതിലേക്ക് നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നീട് നമ്മൾ തേങ്ങയിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും തൈരും ചേർത്തൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതാ ആ അരപ്പ് ഇതിലോട്ട് ചേർത്ത് ഒന്ന് ഇളക്കി ചട്ടി കാച്ചിയെടുത്താൽ മതി. സംഭവം കഴിഞ്ഞു. ഞാനിവിടെ നെയ്യാണ് ചട്ടി കാച്ചാൻ എടുക്കുന്നത്. നെയ്യിലേക്ക് പിന്നെ കടുകും ഉലുവയും വറ്റൽമുളകും കറിവേപ്പില ഇട്ടിട്ടുണ്ട്. അതൊന്നിങ്ങനെ പിന്നീട് ഈ കറിയിലേക്ക് ഒഴിച്ചാൽ മതി. അപ്പോൾ ഇതാ മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. കുറച്ച് മധുരം കൂടിപ്പോയി, എന്നാലും ടേസ്റ്റ് ഉണ്ട്.